ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ഭാവത്തോടു കൂടി മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന നല്ലൊരു കൈയ്യടി പ്രമാണിച്ചോട് നമ്മുടെ വേദിയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചാൽ ആദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ദൈവത്തിന് നന്ദിയാണ്. ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ്. കുറേ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം പടം ഡിസംബർ 6 റിലീസ് ചെയ്യാണ്. ഞാൻ എൻ്റെ ഹൃദയത്തോടെ ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് റീച്ചൽ. കാരണം ആനന്ദിനി വന്ന ഒരു സ്റ്റോറി ലൈൻ പറയുന്ന സമയം തൊട്ട്, അപ്പോൾ സ്ക്രിപ്റ്റ് ആയിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നത്. ഇഷ്ടമായെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ആ സമയം തൊട്ട് ഈ സിനിമയുടെ ഭാഗമായി ടിൽ ദ എൻഡ് വരെയും ഞാൻ ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു 10-20 വർഷമായി ഇപ്പം ഇൻഡസ്ട്രിയിൽ. അതിൻ്റെ കാരണഭൂതനാണ് അവിടെ ഇരിക്കുന്നത് വിനയൻ സാറ്. അദ്ദേഹമാണ് സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത്. ആൻഡ് ലാൽ ജോസ് സാറ് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതിന് വലിയ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു വിനയൻ സാറിന്റെ മനസ്സിൽ ഇപ്പോൾ പോകുന്ന ഇതിലെങ്കിലും ഇവിടെ രക്ഷപ്പെടുമായിരിക്കും എന്നാണ്. നമുക്ക് നോക്കാം. പക്ഷെ അത്രയും നല്ലൊരു കഥാപാത്രമാണ് എനിക്ക് ആനന്ദിനി തന്നേക്കുന്നത്. ആൻഡ് ദ ഹോൾ ക്രൂ, നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും മറ്റേ ആർട്ടിസ്റ്റിലും ഇവിടെ നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സ് ആയാലും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ മൂവിയാണ് പക്ക. അങ്ങനെ തന്നെയാണ് ഇതിനെ പറയുന്നത്. എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും റീച്ചൽ. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ ഒത്തിരി ഷെയ്ഡ്സ് ഉള്ള ലേയേഴ്സ് ഉള്ള ഒരു സിനിമയും കഥാപാത്രവുമാണ് റീച്ചൽ. ആൻഡ് ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പേര് ഇബ്രിഡ് ഷൈൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസും സപ്പോർട്ടും ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു. ഈ കഥാപാത്രം കൂടുതൽ മനസ്സിലാക്കാനും ഈ സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെടാനും ഒക്കെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മാതുക്ക, അദ്ദേഹമാണ് ഈ സിനിമ ഇങ്ങനെ പ്രാവർത്തികമാക്കാനുള്ള ഒരു റീസൺ. അതേപോലെ തന്നെ മഞ്ജു ചേച്ചി ഇവിടെ പോയി, മഞ്ജു ചേച്ചി ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ത്രീകളുടെ എന്ന് പറയുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പിന്നിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറെ പുരുഷന്മാരുടെ പ്രയത്നമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരെയും ഒരേപോലെ തന്നെ പറയേണ്ടിയിരിക്കുന്ന പേരുകൾ. ഇതൊക്കെയാണ് എനിക്ക് റീച്ചലിനെ പറ്റി പറയാനുള്ളത്. ഇനി ഡിസംബർ 6 പടം വരികയാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും. ഇനി ആരുടെയെങ്കിലും പേരുകൾ ഞാൻ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരെയും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റീച്ചലിന്റെ ഹോൾ ക്രൂവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ സിനിമയുടെ കഥ വന്ന ആനന്ദിനി പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ആലോചിച്ച് പോയത് കൊണ്ട് ഭരതൻ സാറിൻ്റെ ഒക്കെ ഒരു താഴ്വാരം മൂഡിലുള്ള ഒരു പടം ഇത് എങ്ങനെ പ്രാക്ടിക്കലാകും എന്ന്. അങ്ങനെയാണ് ഉടനെ ബാദുഷ രംഗത്ത് വരുന്നത്, മഞ്ജു രംഗത്ത് വരുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഭയങ്കര പോത്തുകളുമായിട്ടുള്ള ഒരു പാലക്കാട് ഭയങ്കര ചൂടില് അതങ്ങനെ നീണ്ടു പോകുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ സിനിമ കഴിയുന്നു. അതിനുശേഷം പിന്നെ എന്നുള്ളൊരു ചോദ്യമായിട്ട് ഞാൻ മിക്കവാറും എല്ലാ മാസവും എല്ലാ ആഴ്ചയും ഇവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇവർ ഫോൺ എടുക്കാതെയായി, ഉത്തരം പറയാതെയായി. ഞാൻ ഹണിയോട് ചോദിക്കും എന്താണ്. കാരണം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോജി കഴിഞ്ഞിട്ട് നമ്മളൊരു കുടുംബ ചിത്രം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് പെർഫോം ചെയ്യാനുള്ള കാര്യമായാലും നമുക്ക് എല്ലാ എന്താ പറയുക ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു കുടുംബ ചിത്രം അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ എല്ലാവരും കുട്ടിയും ഭാര്യയും ഒക്കെയുള്ള ഒരു സിനിമ ചെയ്യുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു സംതൃപ്തി കിട്ടുന്നത്. ഇപ്പൊ ജോജി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് റീച്ചലിലെ ഈ പോത്ത് ജോയി എന്ന് പറയുന്ന ഈ കഥാപാത്രം. കാരണം അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, അദ്ദേഹത്തിന് അമ്മായിയമ്മയുണ്ട്, പണിക്കാരുണ്ട്, ഡ്രൈവറുണ്ട്, അതുണ്ട്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് കിട്ടുന്നൊരു ക്യാരക്ടറാണ്. അതോടൊപ്പം തന്നെ ആനന്ദിനെ ആദ്യം വന്ന് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ ആനന്ദിന് ഇത്രയും വലിയൊരു ബോൾഡായിട്ടുള്ള ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ നമ്മൾ
ട്രെയിലറിൽ കാണുന്നതിൻ്റെ അപ്പുറമുള്ള ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ട് എങ്കിലും ഇത് എങ്ങനെ എടുക്കും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം എന്ത് കണ്ടോ അത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. നമ്മളൊക്കെ 4, 5, 6 പ്രാവശ്യമൊക്കെ റിഹേഴ്സൽ കൂടാതെ ടേക്കൊക്കെ പോയ സംഭവങ്ങളുണ്ട് അതുപോലെയുള്ള. അപ്പം അവരുടെ മനസ്സിലൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു, അത് കിട്ടാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിച്ചു. പിന്നെ എൻ്റെ ക്യാരക്ടറെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഇതൊരു 3 കാലഘട്ടമാണത്. അതൊക്കെ ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒരുപാട് ഇമോഷൻസിലൂടെയാണ് ഞാനിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയും സന്തോഷം, അതിൻ്റെ കൂടെ അത്രയും തന്നെ ടെൻഷനും ഉണ്ട്. എനിക്ക് ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരുപാട് നന്ദി. എന്നെ വിശ്വസിച്ച് എൻ്റെ ഒപ്പം നിന്ന ബാദുക്കയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഷൈൻ സാറിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്ന എല്ലാവരെയും കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കൂടുതലൊന്നും എനിക്കങ്ങനെ പറയാനില്ല. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു.